ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ദ വിങ്സ് ഓഫ് ഡ്രീംസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ തേർഡ് പാരഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പേ സെക്കൻഡ് പാരഗ്രാഫിൽ, അതായത് ഈ ഒരു പിക്ചറുള്ള ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? അത് നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമുക്കത് എന്തായിരുന്നാലും പറയാം. ഓക്കെ, അപ്പോൾ സോ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ. ആ ലിറ്റിൽ ട്രെയിൻ എന്താണ് സംഭവിച്ചത്? ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റക്ക്ഡ്. എന്താണ്? ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റക്ക്ഡ് ഓൺ ദ റെയിൽവേ ട്രാക്ക്. ആ ഒരു ട്രാക്കിൽ ലിറ്റിൽ ട്രെയിൻ സ്റ്റക്കായി പോയില്ലേ? നെക്സ്റ്റ്, വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. എന്തുകൊണ്ടാണ് ലിറ്റിൽ ട്രെയിൻ മൗണ്ടൈൻ്റെ മറ്റേ അക്കരയിലോട്ട് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോയത്? സോ എന്താണ്, ഗേൾസിനും ബോയ്സിനും നല്ല സാധനങ്ങൾ കഴിക്കാനും നല്ല കളിപ്പാട്ടങ്ങൾ കൊടുക്കാനും വേണ്ടിയിട്ട്. നെക്സ്റ്റ് നോക്കാം. ഓ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ, വാട്ട് ക്യാൻ ബി ദ മാറ്റർ. ഓ ഡിയർ, എന്ത് പറ്റി എന്ന് ലിറ്റിൽ ട്രെയിൻ ചോദിച്ചു. വാട്ട് ക്യാൻ ബി ദ മാറ്റർ, എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. അവൾ പിന്നും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. അവൾ പിന്നെയും ശ്രമിച്ചു കൊണ്ടിരുന്നു. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. അവൾ ശ്രമിക്കുകയുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവളുടെ ടയറുകൾ എന്ത് ചെയ്തില്ല? നീങ്ങിയതേ ഇല്ല. അവളുടെ ചക്രങ്ങൾ നീങ്ങിയതേ ഇല്ല. വി ക്യാൻ ഹെൽപ്പ്. എന്താണ്? സെഡ് ദ ടോയ് ആനിമൽസ്. എന്താണ്? നമ്മൾക്ക് സഹായിക്കാൻ കഴിയും. ടോയ് ആനിമൽസും അത് പറഞ്ഞു. ദ ക്ലൗൺ the clown and the animals climbed out of their cars. എന്താണ്? അവര് ആ ഒരു ആനിമൽസും ക്ലൗണും ഒക്കെ അവരുടെ കാറിലേക്ക് തിരിച്ചു കയറിയല്ല, ഇറങ്ങിയാണ് കേട്ടോ. ഓക്കെ, they tried to push the little train. എന്താണ്? അവര് ആ ഒരു ലിറ്റിൽ ട്രെയിനിനെ പുഷ് ചെയ്യാൻ ശ്രമിച്ചു. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല? നീങ്ങിയതേ ഇല്ല. നെക്സ്റ്റ്, did not move. The toys and dolls did not know what to do. എന്താണ്? ആ ഒരു ടോയ്സിനും പാവക്കുട്ടികൾക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയി. ഓക്കെ, just then shiny new engine came puffing down another track. ഓക്കെ, പുതിയ ഒരു നല്ല തിളക്കമുള്ള ഒരു എൻജിൻ അടുത്ത ട്രാക്കിലൂടെ വന്നു. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് us. അപ്പോൾ ഞാൻ പറയാണ്, ആ ഒരു ക്രൈഡ് ദ ക്രൗൺ. എന്താണ്? പക്ഷെ ആ ഒരു എന്താണ് എൻജിനിന് നമ്മളെ സഹായിക്കാൻ കഴിയുമായിരിക്കും. ആ ഒരു ക്രൗൺ എന്ത് ചെയ്തു? കരഞ്ഞു. ഹി ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. എന്താണ്? അവൻ ഒരു റെഡ് ഫ്ലാഗ് ഇങ്ങനെ വീശി കാണിക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നീട് എന്താണ്? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. They said, എന്താണ്? നമ്മുടെ എൻജിന് the shiny new engine slowed down. എന്താണ്? ആ ഒരു ന്യൂ എൻജിൻ പതുക്കെ നിർത്തി. പിന്നീട് the dolls and toys called out of him. ആ ഒരു ഡോൾസും ടോയ്സും എല്ലാം അവരെ പുറത്തേക്ക് വിളിച്ചു. അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. they said, അവര് പറഞ്ഞു നമ്മുടെ എൻജിൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. Please pull our train over the mountain. If you do not, എന്താണ്? നമ്മളുടെ ട്രെയിൻ ഒന്ന് പുള്ള് ചെയ്ത് തരാമോ? എന്താ ഒരു മൗണ്ടെയിൻ്റെ മുകളിലേക്ക് ഒന്ന് പുള്ള് ചെയ്ത് തരാമോ എന്ന് പറയാണ്. If you do not, the boys and girls will not have any toys or good food. ഇപ്പോൾ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ല ഫുഡോ ടോയ്സോ ഒന്നും കിട്ടില്ല എന്ന് പറയാണ്. നെക്സ്റ്റ് എൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. Will the shiny new engine help the little train?
ആ ഒരു ഷൈനി ആയിട്ടുള്ള ലിറ്റിൽ ട്രെയിൻ ആര് ഇതിനെ ഹെൽപ്പ് ചെയ്യുമായിരിക്കുമോ? ചെയ്യുമായിരിക്കുമോ? നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിച്ചതിന് ശേഷം അതിന് ആൻസർ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കോ. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. അവർ കുറച്ച് ആ ഷൈനി ന്യൂ എൻജിന് കുറച്ച് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. യു വാണ്ട് മീ ടു പുൾ യു? നിങ്ങൾക്ക് എന്നെ പുള്ള് ചെയ്യാൻ വേണം, ഞാൻ പുള്ള് ചെയ്ത് തരണോ? ഹി ആസ്ക്ഡ്. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു. അതാണ് ഞാൻ ഒരിക്കലും ചെയ്യാത്തത്. ഐ ക്യാരി പീപ്പിൾ. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. ഞാൻ ആളുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്താണ്, അവര് നല്ല സോഫ്റ്റ് കുഷൻ സീറ്റ്സിലൊക്കെ ഇരിക്കുമെന്ന് പറയാണ്. പിന്നീട് they look out of the windows. They eat in a nice dining car. എന്താണ്, അവര് പുറത്തേക്ക് ഇങ്ങനെ വിൻഡോയിലൂടെ നോക്കി. ഓക്കെ, സോ അവര് പുറത്തേക്ക് വിൻഡോയിലൂടെ നോക്കും. അതേപോലെ തന്നെ ഭയങ്കര കുഷൻ പോലെയുള്ള സോഫ്റ്റ് സീറ്റിലിരുന്ന് അവർ നല്ല ഭക്ഷണങ്ങൾ കഴിക്കും. They even sleep in a fine sleeping car. അവർക്ക് സ്ലീപ്പ് ചെയ്യാനുള്ള ഒരു തട്ടുണ്ടല്ലോ, നമ്മൾ സ്ലീപ്പിംഗ് ബർത്ത്. ആ ബർത്തിന്റെ മുകളിൽ അവർ നല്ലോണം കിടന്ന് ഉറങ്ങും. അതേപോലെ തന്നെ ഹൗ ഡെയർ യു ആസ്ക് മീ? നിങ്ങൾ എത്ര ധൈര്യമുണ്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ? The shiny new engine went without another word. എന്താണ് അതിനർത്ഥം? എന്താണ്, അങ്ങനെ വേറൊരു വാക്കും പറയാതെ ആ ഒരു എൻജിൻ സഹായിക്കാതെ പോയി. How sad were all the toys and dolls. എത്ര വിഷമിച്ചു കാണുമല്ലേ ആ ഒരു ടോയ്സും ഡോൾസും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ മുമ്പത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പറയാലോ. The new shiny engine did not help them എന്ന് പറയാം അല്ലേ. The shiny new engine was a bit friendly, but he did not help the little train. ആ ഒരു ഷൈനി ലിറ്റിൽ ട്രെയിൻ, ഒരു ന്യൂ എൻജിൻ വളരെ കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നു, പക്ഷേ അത് സഹായിച്ചില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ട്രെയിൻ ക്യാരീസ് പീപ്പിൾ. ആളുകളെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ട്രെയിൻ ആണല്ലേ അത്. അതുകൊണ്ടാവാം ഈ ഒരു ട്രെയിനിനെ സഹായിക്കാഞ്ഞത്. നെക്സ്റ്റ്, then the toy clown called out. എന്താണ്, എന്നിട്ട് ഒരു ടോയ് ക്ലൗൺ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹിയർ കംസ് അനദർ എൻജിൻ. അടുത്തൊരു ട്രെയിൻ വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. എ ബിഗ് സ്ട്രോങ് വൺ. ഒരു വലിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാള്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് us. ചിലപ്പോൾ ഈ ഒരു എൻജിൻ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം. Again the clown waved his flag. എന്താണ്, പിന്നെയും ആ ക്ലൗണ് ചുമന്ന കൊടി വീശി. The big strong engine came to a stop. എന്താണ്, ആ ഒരു എൻജിൻ എന്ത് ചെയ്തു? ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള എൻജിൻ സ്റ്റോപ്പ് ചെയ്തു അവിടെ. നെക്സ്റ്റ്, the toys and dolls called out together. എന്താണ്, ആ ഒരു ടോയ്സും ഡോൾസും എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, പ്ലീസ് ഹെൽപ്പ് us. എന്താണ്, ബിഗ് സ്ട്രോങ് എൻജിൻ, our train is not working, but you can pull us over the mountain. നമ്മളുടെ ട്രെയിൻ വർക്കിംഗ് അല്ല, നിനക്ക് എന്നെ സഹായിക്കാവോ പ്ലീസ്? എന്താണ്, നിനക്ക് എൻ്റെ മലമുകളിലേക്ക് ഞങ്ങളെ തള്ളിക്കയറ്റാമോ എന്ന് ചോദിക്കുകയാണ്. യു മസ്റ്റ് ഹെൽപ്പ് us or the boys and girls will not have any toy to play with or good food to eat. Okay. ഇപ്പൊ നിങ്ങൾ എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ ബോയ്സിനോ ഗേൾസിനോ കഴിക്കാൻ നല്ല ഭക്ഷണമോ അല്ലെങ്കിൽ നല്ല ടോയ്സോ കിട്ടില്ല പറയണം. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഹെൽപ്പ്. എന്താണ്, ആ ഒരു വലിയ എൻജിൻ സഹായിക്കാൻ തയ്യാറായില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. ഞാൻ ഒരിക്കലും കളിപ്പാട്ടങ്ങളെ തള്ളി നീക്കില്ല. ഹി സെഡ്. അവൻ എന്ത് ചെയ്തു? പറഞ്ഞു. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. എൻ്റെ കാഴ്ച, എൻ്റെ ബോഗീസ് മൊത്തത്തിൽ എന്താണ്? ഹെവി ലോഡുകളാണ് എന്ന് പറയാണ്. ഐ പുൾ ബിഗ് ട്രക്സ്. ഞാൻ വലിയ ട്രക്കുകളുടെ പുൾ ചെയ്യും. അതേപോലെ തന്നെ ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. എനിക്ക്
സമയമില്ല നിങ്ങളെ സഹായിക്കാൻ എന്ന് പറയാണ്. ആൻഡ് എവേ പഫ്ഡ് ദ ബിഗ് സ്ട്രോങ് എൻജിൻ വിതൗട്ട് എ വേർഡ്. എന്താണ്, ആ ഒരു എൻജിൻ ഒന്നും പറയാതെ തന്നെ മുന്നോട്ട് പോയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The big strong engine puffed away without a word. What was the reason? ആ ഒരു ബിഗ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള എൻജിൻ ഒന്നും പറയാതെ പോയി. എന്തുകൊണ്ടാണ് പോയത്? ആ ഒരു എൻജിൻ അവരെ സഹായിച്ചില്ല. ബിക്കോസ് the engine did not help them. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തുകൊണ്ടാണ് സഹായിക്കാത്തത്? The engine carry big loads അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.